നിങ്ങൾ എവിടെയോ കണ്ട പരിചയം നിങ്ങൾ ആ പഴയ കൗൺസിലർ അല്ലേ? ഞാൻ പഴയ കൗൺസിലറാണ്. നിങ്ങളെ പേരെന്താ? ഗംഗാധരനോ? ഓർമ്മണ്ടല്ലേ? 5 കൊല്ലമല്ലോ നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട്. 5 കൊല്ലല്ല, 4 കൊല്ലം ഞാൻ പോയി. എന്നാലും ഞാൻ വരുന്നില്ലേ, 5 കൊല്ലം കൂടുമ്പോൾ നിങ്ങളടുത്ത് വരുന്നുണ്ടല്ലോ. ഇങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊന്നാക്കി തരും നിങ്ങൾക്ക്. 5 കൊല്ലം കൊറേ പൊന്നായി ഇപ്പൊ ഇവിടെ. പൊന്നായില്ലേ? എന്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള നമ്മളാ റോഡ് പണി ചെറിയൊരു റോഡല്ലേ അത്. ഈ റോഡ് പണി നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ സമയത്ത് ഞാൻ ഈ അപ്ലിക്കേഷനൊക്കെ എഴുതി ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. മുഖ്യമന്ത്രി അതിന്റെ പണി എടുപ്പിക്കാനുള്ള ഒരു പദ്ധതി വരുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് അത് തടഞ്ഞു. ഒരു പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ ഡൽഹിയിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഓരോരോ ചെറിയ ചെറിയ വഴികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഇപ്പോൾ കേരളമാരിയല്ല, 4 ഇരട്ടിയുണ്ട്. അപ്പൊ അവിടെയുള്ള ചെറിയ ചെറിയ ഈ വഴികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കേരളത്തിലേക്ക് എത്തും. കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൈസ അവിടെ എത്തും, അവിടുന്ന് ഇവിടെ എത്തും. അപ്പൊ പേടിക്കണ്ട. എന്തായാലും 1 കോടി 2 കോടി ഉറുപ്പ്യൊക്കെ ആയിരിക്കും ഇപ്പൊ പാസ്സാക്കാം. ഒരു 15 ലക്ഷത്തിന്റെ പണിയല്ലേ ഉള്ളൂ. 15 ലക്ഷം ഒന്നും പറയാൻ പാടില്ല. 1 കോടിക്ക് വാങ്ങണോ, അല്ലെങ്കിൽ ഇപ്പൊക്കെ മോശമല്ലേ. അപ്പൊ 5 ലക്ഷത്തിന് ഞാൻ ഈ വഴി നന്നാക്കും. പിന്നെ ബാക്കി പൈസ അങ്ങനെയല്ല. നമ്മളൊരു മരം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിന് വേരൊക്കെ ഒന്ന് ഉറച്ചു കിട്ടണ്ടേ. അപ്പൊ ആ വേരുറച്ച് അതിന് പൂവ് ഒക്കെ വരുന്നെന്താ വേറെ. അതേമാതിരി ഇതിന്റെ ചുറ്റുപാടുകളും കാര്യങ്ങളും ചെയ്ത് പിന്നെ നിങ്ങൾക്കല്ലേ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് ശരി. അതുപോലെ നമ്മൾ ആ സ്ട്രീറ്റ് ലൈറ്റ് ഇന്ന് കത്തണില്ല എന്നൊക്കെ ഇവിടെ ഒന്നും വെളിച്ചല്ലോ. ഞങ്ങളിപ്പോ ഒരു യോഗ ഒക്കെ ചേർന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റ് പൊർഷന്റെ മുകളിൽ ലൈറ്റ് കൊടുക്കുന്ന എന്താണെന്നറിയോ, നഷ്ടത്തിലാ. അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഓരോ ടോർച്ച് വാങ്ങിക്കൊടുത്താലോ എന്ന് ആലോചിക്കും. ടോർച്ചാകുമ്പോ അടിച്ചു പോകാലോ, ഒരു വീട്ടിൽ ഉപയോഗിക്കാം. ടോർച്ച് വാങ്ങി കൊടുക്കാനുള്ള ഒരു പദ്ധതി. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളെ പരിപാടി. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അല്ല, നിങ്ങളെ ചിഹ്നം എന്താണ്? ചിഹ്നം കഴിഞ്ഞ പ്രാവശ്യത്തെ ചിഹ്നം ഞങ്ങളത് മുട്ടുകാലേ. ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷണർ അത് വെട്ടി ഒഴിവാക്കി, ചിഹ്നം മാറ്റി. ഇപ്പൊ ഉള്ള ചിഹ്നം എന്താ? ഇപ്പൊ ഉള്ള ചിഹ്നം കിണ്ടി. അല്ല, ഈ തണ്ണിക്കിണ്ടി നമ്മള് കയ്യൊക്കെ കിണ്ടിയില്ല, അതാണ് ഇപ്പൊ ഉള്ള ചിഹ്നം. അപ്പൊ നിങ്ങൾ ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിക്കാം. മോളെ എങ്ങനെ സാറല്ലേ, സ്കൂളിലൊക്കെ പോയില്ലേ? എന്നോട് പഠിക്കണം. പറഞ്ഞേ എന്റെ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഇട്ട് ഞാനിങ്ങോട്ട് വന്നാണ്. അപ്പൊ ചേച്ചി മറക്കരുത്. മക്കളെ മൂത്ത മോളോട് പറയണം വോട്ട് ചെയ്യാൻ, മോനോട് പറയണം. ഞാനുണ്ടെങ്കിലേ ഇവിടെ ഉള്ളൂ. ശരി കേട്ടോ.